Amen. Thank you so much. Hallelujah. Praise the Lord. ഇതിനകത്തായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നിങ്ങളോട് കൂടെ ആയിരിക്കുന്നതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. പരിശുദ്ധാത്മാവ് വളരെ ശക്തമായിട്ട് പ്രിയ ദൈവദാസിയിലൂടെ നമ്മളോട് കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പേഴ്സണലി എന്നോടുകൂടെ പരിശുദ്ധാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം ശക്തമേറിയ ദൈവ സാന്നിധ്യം ഈ ഗ്രൂപ്പിനകത്ത് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി തുടർന്നും പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, തുടർന്നും യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ തയ്യാറാണെങ്കിൽ ദൈവാത്മാവ് നമ്മളോട് വ്യക്തമായി സംസാരിക്കും. നമ്മുടെ സാഹചര്യങ്ങൾക്കകത്തൊരു മാറ്റമുണ്ടാകും. പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഈ ഗ്രൂപ്പിനകത്തായിരിക്കുന്ന എല്ലാ ദൈവമക്കളും ഫ്രീ ആണെങ്കിൽ 1 മിനിറ്റ് കണ്ണടച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? Thank you, Jesus. Thank you, Holy Spirit, for your wonderful presence, Father. അങ്ങ് പരിമിതികളില്ലാതെ സ്പർശിക്കുന്ന സാന്നിധ്യമാണ്. അങ്ങയുടെ വചനം തികച്ചും ജീവിക്കുന്ന വചനമാണ്. ആ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിലും ചില ദൈവമക്കളെ സ്വാതന്ത്ര്യമാക്കുക. ഇപ്പോൾ പരിശുദ്ധാത്മാവ് ചില വീടുകൾക്കകത്തേക്ക് ഡയറക്റ്റ്ലി ഇറങ്ങി വരുന്നതിനായി നന്ദി പറയുന്നു. ഞങ്ങൾ ഇന്ന് കേട്ടതുപോലെ തന്നെ ആ ഒരു തീച്ചൂളയുടെ നടുവിനകത്തേക്ക് ഇറങ്ങി വന്ന ദൈവസാന്നിധ്യം ഞങ്ങളുടെ മധ്യ ഉള്ളതിനായി നന്ദി പറയുന്നു. ഏതൊക്കെ വിഷയങ്ങൾക്കകത്ത് ഭാരപ്പെട്ട് ഞെരുങ്ങി എന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്നു, അവരുടെ മേലെല്ലാം പരിശുദ്ധാത്മാവിന്റെ വലിയ കൈമാറ്റം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഉണ്ടാകട്ടെ കർത്താവേ. ലൈവുമായി ബന്ധപ്പെട്ട് ഈ ഗൂഗിൾ മീറ്റിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന മുഴുവൻ പേരെയും പരിശുദ്ധാത്മാവ് സ്പർശിക്കുക. തുടർന്ന് പരിശുദ്ധാത്മാവിന്റെ വലിയ കൈമാറ്റത്തിന്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ. അങ്ങയുടെ ശബ്ദം ഞങ്ങൾ ഒത്തിരി കേൾക്കുകയാണ്. ഈ മണിക്കൂറുകൾ ഞങ്ങൾ അങ്ങയുടെ ശബ്ദത്തിനകത്ത് ഇരിക്കുകയാണ് കർത്താവെ. ഡയറക്റ്റ് ആയിട്ടുള്ള ദൈവിക എൻകൗണ്ടറുകൾ ചിലരുടെ മേൽ അങ്ങ് തുറന്നു കൊടുക്കുക കർത്താവെ. പ്രിയ ദൈവദാസി പറഞ്ഞതുപോലെ ഞങ്ങൾ ഇന്ന് വിശ്വസിച്ചുകൊണ്ട് എന്തൊക്കെ കൽപ്പിക്കുന്നോ അതിനകത്തെല്ലാം ദൈവത്തിന്റെ ജീവൻ ഉണ്ടായി വരുവാൻ ഞങ്ങൾ കൽപ്പിക്കുകയാണ്. ദൈവത്തിന്റെ ഇല്ലാത്തത് ഉളവാക്കി കൊണ്ടുവരുന്ന അതേ ജീവൻ ഞങ്ങളുടെ നാവിന്റെ മേലുണ്ട്. അത് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് ഞങ്ങൾ ഈ ടൈമിൽ ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ്. അത് ഞങ്ങൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അത് ഞങ്ങളുടെ ഇല്ലായ്മയ്ക്കകത്ത്, അത് ഞങ്ങളുടെ ശൂന്യതയ്ക്കകത്ത് ഞങ്ങൾ അതിനെ തുറക്കാൻ പോവുകയാണ് കർത്താവ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് വി പ്രേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ഈ ഒരു പ്രയറിലേക്ക് പ്രിയ ദൈവദാസി എന്നെ വിളിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ ഒരു ദർശനം കാണിക്കാൻ ഇടയായി. ദൈവാത്മാവ് ഇന്നലെ രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാനൊരു ദർശനം ഇങ്ങനെ കണ്ടു. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവ് ഒരു ദർശനം എന്നെ ഇങ്ങനെയാണ് കാണിപ്പിച്ചത്. ഒരു വളരെ ഒരു അഴുക്ക് പിടിച്ചൊരു ചാല്, എന്നാൽ അതിൻ്റെ അടിക്കകത്ത് ഒരു വലിയൊരു അനുഗ്രഹം, ഒരു വലിയൊരു നന്മ ഒളിച്ചു കിടപ്പുണ്ട്. ഈ പരിശുദ്ധാത്മാവ് എന്നെ കുറച്ച് കഴിഞ്ഞ് അടുത്ത ആ ദർശനം കൊണ്ടുപോയത് ആ ഒരു ജലം മാറിയച്ച്, ആ ഒരു അഴുക്കുള്ള ചാല് മാറിയച്ച് ദൈവം അതിനെ ശുദ്ധീകരിച്ച് ഒരു ഭയങ്കരം ഒരു തെളിനീര് പോലെ അതിനാക്കി വെച്ച്, ആ തെളിനീരായപ്പോൾ അതിന്റെ അടിയിൽ ഒത്തിരി നന്മകൾ ഒളിച്ചിരിക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവിനെ കാണിച്ചു. ഒത്തിരി അനുഗ്രഹങ്ങൾ അതിനകത്ത് ഒളിച്ചിരിക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവിനെ കാണിച്ചു. ദൈവ സാന്നിധ്യം എന്നോട് പറയുന്നു, ചിലരുടെ മേൽ അനുഗ്രഹങ്ങളുണ്ട്, ചിലരുടെ ജീവിതത്തിനകത്ത് വാഗ്ദത്തങ്ങളുണ്ട്, നന്മകളുണ്ട്, ഒത്തിരി വിടുതലുകൾ കേട്ടിട്ടുണ്ട്. എങ്കിലും എവിടെയൊക്കെയോ അതിനെ ഒന്ന് കൈനീട്ടി തൊടാൻ പറ്റാത്ത വിധത്തിൽ, എവിടെയൊക്കെ അതിനെ ഒന്ന് കറക്റ്റായിട്ട് പ്രാപിക്കാൻ പറ്റാത്ത വിധത്തിൽ, എവിടെയൊക്കെ അതിനെ ഒന്ന് പ്രോപ്പറായിട്ട് അതിനകത്ത് ജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ ഏതൊക്കെ മേഖലകൾക്കകത്ത് ചിലത് നമുക്ക് കാണാൻ, അനുഗ്രഹത്തെ തൊടാൻ, അനുഭവിക്കാൻ പറ്റാതെ വണ്ണം ചിലത് ദൈവത്തിന്റെ വചനം പറയുന്നു ആഴത്തിന്റെ മീതെ ഇരുളുണ്ടായിരുന്നത് പോലെ ഒരു ഇരുളു പിടിച്ച് അന്തരീക്ഷത്തിനകത്ത് ഇരിക്കുമ്പോൾ നമുക്ക് ചിലതൊന്നും കാണാൻ പറ്റാത്ത വിധത്തിൽ ഇരിക്കും. ഇന്ന് രാത്രി പക്ഷെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ചിലത് നമുക്ക് കാണാൻ പറ്റാത്ത വിധത്തിൽ ഇരിക്കുന്നതിനെ പരിശുദ്ധാത്മാവ് എടുത്ത് മാറ്റിയേച്ച് അതിനെ ശുദ്ധീകരിക്കേണ്ട മേഖലകളെ ശുദ്ധീകരിച്ചേച്ച് ഒരുപക്ഷെ നമ്മുടെ ലൈഫിനകത്ത് ദൈവ പ്രവർത്തിക്ക് തടസ്സമായിരിക്കുന്ന പല മേഖലകളെ മാറ്റിയേച്ച് പരിശുദ്ധാത്മാവ് ഇന്നൊരു വലിയ തെളിനീരുള്ള ഒരു അനുഭവത്തിനകത്തേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. തെളിനീർ വെളിപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തൊടാൻ പറ്റും. വെളിച്ചം ഒരിടത്ത് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ കൈകൊണ്ട് എടുക്കാൻ പറ്റും. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ നമുക്കൊന്നും പോയി ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ കിടന്ന് തപ്പിത്തടയും. വചനം പറയുന്നു, ദൈവത്തിന്റെ വെളിച്ചം നമ്മുടെ മേൽ പ്രകാശിക്കുകയാണ്. പൈശാചിക ലോകത്തിന്റെ തന്ത്രം നമ്മുടെ മേലെല്ലാം അന്ധകാരത്തെ കൊണ്ടിടുക. വചനം ഇങ്ങനെ പറയുന്നു, അന്ധകാരം ഭൂമിയും കൂരിട്ട് ജാതികളെ മൂടുന്നു, എന്നാൽ നമ്മുടെ മേലോ യഹോവയുടെ പ്രകാശം, യഹോവയുടെ തേജസ് ഉദിക്കുന്നു. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ അന്ധകാരം ഭൂമിക്കകത്തും ഇരുളും മ്ലേച്ഛതയും ഒത്തിരി അഴുക്ക് ചാല് പോലുള്ള മേഖലകൾ ദേശം മൊത്തം പടരുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾക്കകത്ത് അനുഗ്രഹം കാണാതെ വണ്ണം ഒന്നും പടരാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവിക അനുഗ്രഹങ്ങളെ തൊടാതെ വണ്ണം ഒരു അഴുക്ക് ചാലും നിൽക്കാൻ പാടില്ലാത്ത വിധത്തിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ ശുദ്ധീകരണം ഈ മാസങ്ങളിൽ, ഈ ദിവസങ്ങളിൽ അയക്കാൻ പോവുകയാണ്. ഭയങ്കര ശുദ്ധീകരണം പരിശുദ്ധാത്മാവ് ഇന്ത്യക്ക് അയക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ത്യയുടെ മണ്ണിൽ ദൈവം ചിലതിനെ ശുദ്ധീകരിക്കാൻ പോവുകയാണ്.
സഭകളെ ദൈവം ശുദ്ധീകരിക്കാൻ പോവുകയാണ്, തലമുറകളെ ദൈവം ശുദ്ധീകരിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ വലിയ ശുദ്ധീകരണത്തിന്റെ സീസൺ ദൈവം കൊണ്ടുവരാൻ പോവുകയാണ്. എപ്പോഴും ദൈവ പ്രവർത്തിക്ക് മുൻപ് ദൈവം ശുദ്ധീകരണം അയക്കും. എപ്പോഴും ദൈവം ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അവിടെ ശുദ്ധീകരണം ആവശ്യമാണ്. ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് ഇറങ്ങി വരുന്നതിന് മുൻപും നമ്മുടെ ജീവിതത്തിനകത്തും ശുദ്ധീകരണം ആവശ്യമാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ആമേൻ, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധനായിരിപ്പിൻ. ദൈവ സാന്നിധ്യം എവിടെ വസിക്കണോ, ദൈവ സാന്നിധ്യം എവിടെ ചലിക്കണോ അവിടെ എല്ലാം പ്യൂരിറ്റി ആവശ്യമാണ്. പ്യൂരിറ്റി ഉള്ള ഇടത്ത് മാത്രമേ, വെളിച്ചമുള്ളിടത്തും ആമേൻ, തെളിനീരായ അനുഭവങ്ങൾക്കകത്ത് മാത്രമേ ആ ഒരു അനുഗ്രഹത്തെ റിസീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ എല്ലാവരുടെ ലൈഫിനകത്തും, നമ്മുടെ എല്ലാവരുടെ വീട്ടിനകത്തും, നമ്മുടെ എല്ലാവരുടെ തലമുറയ്ക്കകത്തും ജീവിതങ്ങൾക്കകത്തും അനുഗ്രഹം മറിഞ്ഞു കിടപ്പുണ്ട്. പക്ഷെ പിശാച് എവിടെയൊക്കെ അതിനെ അഴുക്കാക്കാൻ ശ്രമിച്ചിട്ടില്ലേ? പക്ഷെ പിശാച് എവിടെയൊക്കെ ഇരുള് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ലേ? പക്ഷെ പിശാച് എവിടെയൊക്കെ ഞാൻ ആദ്യം കണ്ട ദർശനപ്രകാരം നമുക്ക് കാണാൻ പറ്റാത്ത വിധത്തിൽ അതിനെ ഭയങ്കര മലിനമാക്കി കിടത്തിയിട്ടില്ലേ? പക്ഷെ ഇന്ന് രാത്രി വചനത്തിനകത്ത് നിന്നുകൊണ്ട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ആ മേഖലകളെല്ലാം പരിശുദ്ധാത്മാവ് ഒരു വലിയ ശുദ്ധീകരണമുള്ള ഒരു വെള്ളത്തിനടിയിലേക്ക്, വലിയ നദിക്ക് എന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് തുറക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾക്ക് ചിലത് കൈ കൊണ്ട് കാണാൻ പറ്റുന്ന വിധത്തിൽ ഈ നദിക്കകത്ത് നിങ്ങൾക്ക് പിക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ നോക്കിയപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ആമേൻ. ദൈവത്തിന്റെ വചനം ഇന്ന് പറയുമ്പോൾ തന്നെ ചിലതൊക്കെ മാറിയച്ച് നിങ്ങളുടെ കൈ കൊണ്ട് ആ നന്മയെ പിക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ചിലരുടെ തലമുറകളെ പരിശുദ്ധാത്മാവ് അതുപോലെ ആക്കിയെടുക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് ഈ ലൈവുമായി ബന്ധപ്പെട്ട ആരോടൊക്കെ തലമുറകളെ പരിശുദ്ധാത്മാവ് റീസ്റ്റോർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ തലമുറകളെ ദൈവം വീണ്ടും യഥാസ്ഥാനപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. നിങ്ങളുടെ തലമുറകളെ ദൈവം വീണ്ടും, ആമേൻ, എലിസബത്ത് എന്ന് പറയുന്ന ആ ഒരു ഫാമിലിയുടെ മേൽ നിങ്ങളുടെ തലമുറകൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ ബ്ലെസ്സിംഗ് ആയിട്ട് എഴുന്നേൽക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. അവരുടെ മേൽ കിടക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ കാണും, അവരുടെ മേൽ കിടക്കുന്ന ഭാവിയെ നിങ്ങൾ കാണും. അവരുടെ മേൽ ആമേൻ പൈശാചിക ലോകമിട്ട ആമേൻ അനുഗ്രഹത്തിനകത്ത് ജീവിക്കത്തില്ല എന്ന് പറഞ്ഞ തന്ത്രങ്ങളെ ദൈവാത്മാവ് ക്യാൻസൽ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ നിന്ന് അനുഗ്രഹത്തെ പുറത്തെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. ആമേൻ. നമ്മുടെ വീട്ടിനകത്ത്, നമ്മുടെ ജീവിതത്തിനകത്ത്, നമ്മുടെ തലമുറകളെയോ ഏതെങ്കിലും മേഖലകളെയോ ഒക്കെ പിശാച് ടാർഗറ്റ് ചെയ്യും. ആമേൻ. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു സമാധാനമില്ലാത്ത അനുഭവത്തിലേക്ക് കൊണ്ടുപോകാൻ, നമ്മുടെ വീട്ടിനകത്ത് അസ്വസ്ഥമാക്കുവാൻ പിശാച് ശ്രമിക്കും. ആമേൻ. പിശാച് ഇരുളിനെ കൊണ്ടിടാൻ ശ്രമിക്കും. പക്ഷെ ഇന്ന് രാത്രി ആത്മാവിൽ ഐക്യമത്യപ്പെട്ട് കുടുംബത്തിനകത്ത് കുടുംബം ഒരുമിച്ച് കയറി വരികയാണെങ്കിൽ ഒരു വലിയ സ്വർഗമായിട്ട് ചിലരുടെ വീട് മാറുന്നതായിട്ട് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. ഇതുവരെയും കണ്ടിട്ടില്ലാത്ത അനുഗ്രഹത്തിനകത്തേക്ക്, ഇതുവരെയും കണ്ടിട്ടില്ലാത്ത സമാധാനത്തിനകത്തേക്ക്, ഇതുവരെയും കണ്ടിട്ടില്ലാത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിനകത്തേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൈവം നിങ്ങളെ കൊണ്ടുപോകാൻ ആമേൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ ആമേൻ യാത്ര ചെയ്ത് വന്നപ്പോൾ ആമേൻ ആ ഒരു മരുഭൂമിയുടെ അന്തരീക്ഷത്തിനകത്ത് പൊക്കോണ്ടിരിക്കുമ്പോൾ തന്നെ ആമേൻ ആ ഒരു ജനം ഒരു സമയം എത്തിയപ്പോൾ മാറ എന്ന് പറയുന്ന ഒരു ആമേൻ സാഹചര്യത്തിന്റെ മുമ്പിൽ അവരെത്തി. 3 ദിവസം ആമേൻ അവർക്ക് കയ്പിന്റെ വെള്ളമാണ് കുടിക്കാൻ കിട്ടിയത്. അതുകൊണ്ട് തന്നെ അവർ ആ 3 ദിവസം വെള്ളം കുടിച്ചില്ല. ആ ഒരു മാറ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ അവിടെ കയ്പിന്റെ വെള്ളമായിരുന്നു അവർക്ക് വെള്ളം. നമുക്കറിയാം, നമ്മുടെ വീട്ടിനകത്ത് ആമേൻ ഒരു ദിവസം മോട്ടർ കേടായി കഴിഞ്ഞാൽ പിന്നെ എന്തുമാത്രം നമ്മൾ അസ്വസ്ഥരാകുമെന്ന്. ആമേൻ. 2 ദിവസം ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ നമ്മൾ എന്തുമാത്രം അസ്വസ്ഥരാകും. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ ആമേൻ പുറപ്പെട്ട് മരുഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടപ്പോൾ അവരുടെ ജീവിതത്തിനകത്ത് വലിയ പ്രതികൂലം നേരിടുകയാണ്. ഒരു വലിയ പ്രതിസന്ധിക്കകത്ത് അവർ നിൽക്കുകയാണ്. മാറ ആമേൻ അവർ ചെന്ന ആ പ്രദേശത്തിനകത്ത് കയ്പിന്റെ വെള്ളമാണ്. ആമേൻ. അത് കഴിഞ്ഞ് തുറന്നുള്ള നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവ് ആമേൻ മോശയോട് പറഞ്ഞു, നീ ആ ഒരു വടിയെടുത്ത് നീ ആ ഒരു മരം വെട്ടി ആ ഒരു കൈപ്പുള്ള ഭാഗത്തേക്ക് ഇട്, ഞാൻ അതിനെ മധുരമാക്കി മാറ്റാമെന്ന്. ഹല്ലേലൂയ. നമ്മളിപ്പോൾ ഈ വചനം വായിക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ പുറപ്പാട് പുസ്തകം 15 വായിച്ചു നോക്കുമ്പോൾ വചനം ഇങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, മാറായ ദൈവം മധുരമാക്കി മാറ്റിയെന്ന്. ഹല്ലേലൂയ. നമ്മളിപ്പോൾ പറയുന്നത് മാറ കയ്പെന്നല്ല. ഞാൻ വിശ്വസിക്കുന്നു, ഹല്ലേലൂയ, ദൈവത്തിന്റെ ഒറ്റ പ്രവൃത്തി കാരണം മാറ മധുരത്തിന്റെ ഉറവിടമായി മാറി. ഹല്ലേലൂയ. മാറ എന്ന് പറയുന്നത് കയ്പിന്റെ ഉറവിടമാണ്. പക്ഷെ ദൈവം അതിനകത്ത് വെളിപ്പെട്ടപ്പോൾ അത് മധുരത്തിന്റെ ഉറവിടമായി മാറി. ആമേൻ. നമ്മുടെ ജീവിതത്തിനകത്ത് ഇതുപോലെ മാറയുടെ അനുഭവങ്ങളുണ്ട്. ആമേൻ. കയ്പിന്റെ അനുഭവങ്ങളുണ്ട്, കയ്പിന്റെ സാഹചര്യങ്ങളുണ്ട്, കയ്പിന്റെ ജീവിത മേഖലകളുണ്ട്. പക്ഷെ ദൈവം അത് നിന്നെ എന്നും കൊണ്ട് അതിനകത്ത് വെക്കത്തില്ല. എന്നും നിനക്ക് ആ ഒരു അനുഭവമല്ല, എന്നും നിനക്ക് ആ ഒരു ജീവിതമല്ല, എന്നും നിന്റെ കുടുംബം ആ ഒരു അവസ്ഥക്കകത്തല്ല, എന്നും നിന്റെ തലമുറകൾ മാറയുടെ ആമേൻ അനുഭവത്തിനകത്ത് ജീവിക്കത്തില്ല. വെറും 3 ദിവസം മാത്രമേ നിനക്ക് മാറയുടെ അനുഭവമുള്ളൂ. 4ാമത്തെ പ്രഭാതം നിനക്ക് മധുരമായി അത് മാറിയിരിക്കും.
Amen, 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 amen. ശബതല, റിബദിയാതല വനമ. ഇതുപോലെ മാറയുടെ അനുഭവങ്ങൾ ചില വീട്ടിനകത്തുനിന്ന് ഇപ്പോൾ ആത്മസാന്നിധ്യം എടുത്തു മാറ്റുകയാണ്. ഹല്ലേലൂയ. റൈഷസ്തേരിയാതലമ. മാറയുടെ അനുഭവങ്ങൾ തലമുറകൾക്കകത്തുനിന്ന് മാറുകയാണ്. നിന്റെ തലമുറകൾക്കകത്തുനിന്ന് മധുരം വരാൻ പോവുകയാണ്. നിന്റെ സാഹചര്യങ്ങൾക്കകത്ത് നീ കണ്ട മാറ എന്ന് പറഞ്ഞ് കരഞ്ഞ് വിലപിച്ച് പിറുപിറുത്ത സാഹചര്യങ്ങൾ ഒന്നും ഇനി നിനക്ക് അത് പറയാൻ പറ്റാത്ത ഭയങ്കര മധുര്യം അതിനകത്ത് വെളിപ്പെട്ട് വരികയാണ്. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ഇതുവരെയും ഇല്ലാത്ത മധുരമുള്ള വെള്ളം കുടിച്ചത് ആ ഒരു മേഖലയ്ക്കകത്തായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളെ ദൈവം വിളിച്ചുവെങ്കിൽ ആമേൻ ദൈവത്തിനറിയാം അവരെ മാറ കൊണ്ട് അവസാനിപ്പിക്കത്തില്ല. അവരെ മാറ കൊണ്ട് ദൈവം കൈവിട്ടു പോകത്തില്ല. ആ ഒരു മാറയുടെ പീരീഡ് കഴിഞ്ഞ് കൈപിടിക്കാൻ വിശ്വസ്തനായ ദൈവമാണ് ഇസ്രായേൽ മക്കളുടെ കൂടെ ഉള്ളത്. ഹല്ലേലൂയ. ആ മാറയ്ക്കപ്പുറവും നീ ഉണ്ട്. ആ മാറയ്ക്കപ്പുറവും നിന്നെ ദൈവം കൊണ്ടുപോകാൻ വിശ്വസ്തനാണ്. ഇന്ന് രാത്രി വിശ്വാസത്തോടെ കൽപ്പിക്കാൻ വായി തുറന്ന് പ്രിയ ദൈവദാസി പറഞ്ഞതുപോലെ ആമേൻ. എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മുടെ നാവിന്റെ മേൽ അധികാരമുണ്ട്. നമ്മുടെ നാവിന്റെ മേൽ ചിലത് പറയാനുള്ള അധികാരമുണ്ട്. അന്ന് മോശ ആമേൻ വടിയെടുത്തിട്ടെങ്കിൽ ഇന്ന് നമ്മൾ നാവ് കൊണ്ട് എന്റെ ജീവിതത്തിനകത്തുള്ള മാറായെ മാറി മധുരമാകാന്ന് പറഞ്ഞാൽ, എന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ മാറി തിരിയാൻ പറഞ്ഞാൽ, ലോകത്തെ നോക്കി കൽപ്പിച്ചാൽ ഇന്ന് രാത്രി അതിന്റെ മേൽ ഒരു വിടുതലുണ്ട്. ഹല്ലേലൂയ. വിശ്വസിച്ചുകൊണ്ട് എന്നോട് കൂടെ ആത്മാവിൽ ഹല്ലേലൂയ ഈ ദൂതിനകത്ത് നിങ്ങൾ കയറി വരുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ചില മേഖലകൾക്കകത്ത് പ്രാരംഭത്തിൽ കണ്ട കാഴ്ച പോലെ ചിലതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ചിലതൊക്കെ ആ ചില ജലങ്ങൾ ആമേൻ ശുദ്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിനകത്ത് ചില ശുദ്ധീകരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. നിങ്ങളുടെ ലൈഫിനകത്ത് മുഴുവനുമായി ഭയങ്കര ശുദ്ധീകരണങ്ങൾ പരിശുദ്ധാത്മാവ് കാണിക്കുകയാണ്. ഹല്ലേലൂയ. റബാഡ ഹസ്ബന ലിബ്രാകതലമനമ ഷെബിനിയാസസ്പ്രമാന ലിക്കോസ്നിയാതലപ്രമരിയ. ആമേൻ, ആമേൻ, ആമേൻ. ഇതുവരെയും ഇല്ലാത്തതുപോലെ ദൈവ സാന്നിധ്യം ചിലതിനൊക്കെ ശുദ്ധീകരിക്കാൻ തയ്യാറാണ്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ള കൈപ്പിന്റെ ഏറിയ ജീവിത സാഹചര്യങ്ങൾക്കകത്ത് വന്ന മുറിവുകൾ പോലും ചിലരെ ഇപ്പോൾ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. മുറിവേൽക്കപ്പെട്ട ഹൃദയങ്ങൾ, മുറിവേൽക്കപ്പെട്ട വാക്കിനാൽ, ആമേൻ, ബന്ധുക്കളുടെ വാക്കിനാൽ, ആമേൻ, കാഴ്ചക്കാരുടെ വാക്കിനാൽ, ആമേൻ, നിരാശപ്പെട്ട് തളർന്ന് വാടിക്കുഴഞ്ഞിരിക്കുന്ന കൈപ്പേറിയ അനുഭവത്തിനകത്തുനിന്ന് ദൈവം ചിലരെ പുനരാരംഭിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിനക്കൊരു പുതിയ ചാപ്റ്ററിനെ കൊണ്ടുതരാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് രാത്രി എനിക്കൊരു പുതിയ തുടക്കമുണ്ട്. ഇന്ന് രാത്രി എനിക്കൊരു പുതിയ അനുഭവമുണ്ട്. ഇന്ന് രാത്രി എനിക്കൊരു മധുര്യമായ ഒരു ജീവിതമുണ്ട്. ഇന്ന് രാത്രി എനിക്കൊരു മധുര്യമായ ഒരു അനുഭവത്തിലേക്ക് എന്നെ ദൈവം കൊണ്ടുപോകും. ഹല്ലേലൂയ. ശിവ എന്ന് പറയുന്ന ഒരു ഫാമിലിയുടെ മേൽ പരിശുദ്ധാത്മാവ് അത് തുറന്നു വരട്ടെ. നിങ്ങളുടെ ലൈഫിനകത്ത് വന്ന മാറയെ പരിശുദ്ധാത്മാവിനെ മധുരമാക്കി കാണാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഇനി നിങ്ങൾ അത് മധുരത്തിന്റെ ഉറവിടമായി കാണാൻ പോവുകയാണ്. അതിന് മധുരത്തിന്റെ ഉറവിടമായി പറയാൻ പോവുകയാണ്. ഞാനിത് ഗൂഗിളിനകത്ത് ഈ മാറ എന്ന് പറയുന്ന ആ ഒരു ടേമിനെ അടിച്ചിട്ട് ഇതിന്റെ ഡെഫിനീഷൻ എന്താണെന്ന് ഞാൻ നോക്കി. അപ്പോഴേക്കും ഗൂഗിൾ എന്നോട് പറഞ്ഞതാണ് ദിസ് ഇസ് ദ സോഴ്സ്. ഇതാണ് ഉറവിടം. കയ്പിന്റെ ഉറവിടം എന്താണെന്ന് ചോദിച്ചാൽ അത് മാറയാണ്. പക്ഷെ ദൈവം അതിനെ തൊട്ടപ്പോൾ അത് മധുരത്തിന്റെ ഉറവിടമായി മാറി. ഹല്ലേലൂയ. ഇതുവരെയും നിങ്ങൾ കണ്ടത് പല ഉറവിടങ്ങളെയും ദൈവം അടച്ചേച്ച് അതിന് വിപരീതമായിട്ടുള്ള ഒരു ഉറവിടത്തെ തുറക്കാൻ പോവുകയാണ്. ഇതുവരെ കണ്ടത് പ്രതികൂലമായ സാഹചര്യമാണ്. ഇതുവരെ നിങ്ങൾ കണ്ടത് ആ വിഷയത്തിന്റെ മേൽ മരണമായിരിക്കാം. ആമേൻ. ഇന്ന് ദൈവം ചില മേഖലകൾക്കകത്ത് അതിനെ വിപരീതമാക്കാൻ പോവുകയാണ്. പ്രകൃതി പറഞ്ഞു, സാഹചര്യം പറഞ്ഞു, ഇസ്രായേൽ മക്കൾ പറഞ്ഞു, ഇതിന് ഞങ്ങൾക്ക് ഇവിടം കൊണ്ട് തീരും, വെള്ളം കിട്ടാതെ ഞങ്ങളെ ആമേൻ ഇവിടം കൊണ്ട് അവസാനിക്കും, ഇവിടം കൊണ്ട് ഇനി എനിക്ക് എന്തിനാ എന്നെ പുറത്തിറക്കിയത്, എന്തിനാ ഞങ്ങളെ ഈ മരുഭൂമിക്കകത്ത് കൊണ്ടുവന്നതെന്ന് പറയും. ഹല്ലേലൂയ. പിറുപിറുക്കും. നമ്മൾ പല നിമിഷവും യേശുവിനോട് ആമേൻ എന്താ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഇങ്ങനെ എന്ന് ചോദിക്കാനുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടായിട്ടില്ലേ? ആമേൻ. ദൈവാത്മാവ് നിങ്ങളെ അതിനെ മഹത്വമാക്കി കാണാൻ ആഗ്രഹിക്കുകയാണ്. ചില വിഷയങ്ങൾക്കകത്ത് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത് ആമേൻ. ലാസറിന്റെ വീട്ടിനകത്ത് മരണം സംഭവിച്ചപ്പോൾ ദൈവം ഇങ്ങനെയാണ് പറഞ്ഞത്, ഈ ദിനം മരണത്തിനായിട്ടല്ല, എന്റെ നാമം മഹത്വപ്പെടുവാൻ വേണ്ടിയിട്ടാണ്. അതും ഇതേപോലൊരു സാഹചര്യമാണ്. 3 ദിവസം ആ വ്യക്തി കലറയ്ക്കകത്ത് മരണപ്പെട്ടിരിക്കുകയാണ്. ഇതേ സാഹചര്യം. 3 ദിവസം ഇവർക്കും വെള്ളമില്ല. ഹല്ലേലൂയ. ദൈവത്തിന് ആദ്യത്തെ ദിവസം തന്നെ ഇതിനെ അത്ഭുതമാക്കി കൂടെ? രണ്ടാമത്തെ ദിവസം തന്നെ ഇതിനെ അത്ഭുതമാക്കി കൂടെ? മൂന്നാമത്തെ ദിവസം വരെ എന്തിനാണ് വെയിറ്റ് ചെയ്യിപ്പിച്ചത്? ഇതില്ല എന്ന് നിനക്ക് മനസ്സിനകത്ത് തോന്നിയാലും, ഇനി ഒരിക്കലും എഴുന്നേൽപ്പില്ല എന്ന് തോന്നിയാലും ദൈവത്തിന് ചെയ്യാൻ പറ്റും. ഇനി ഒരിക്കലും ഉണ്ടായില്ല എന്ന് നിനക്ക് തോന്നിയാലും, ഇനി ഒരിക്കലും നിനക്ക് പറ്റത്തില്ല എന്ന് തോന്നിയാലും, നിന്റെ വയസ്സ് 80, 70, 90 ആയാലും
നിന്റെ മേൽ ദൈവം ഒരു പുതിയൊരു ഉണർവിനെ തരാൻ അവൻ റെഡിയാണ്. ഹല്ലേലൂയ. എവിടെയൊക്കെ കാലങ്ങൾ നഷ്ടമായി, എവിടെയൊക്കെ മണിക്കൂറുകൾ നഷ്ടമായി, എവിടെയൊക്കെ എന്റെ വർഷങ്ങൾ നഷ്ടമായി, എവിടെയൊക്കെ എന്റെ വർഷങ്ങൾ പാഴായി പോയെന്ന് പറഞ്ഞ ചിലരെ ദൈവം തിരിച്ചു പിടിച്ച് അവന്റെ അടുത്ത മഹത്വത്തിനകത്തേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. വർഷങ്ങൾ, ദിവസങ്ങൾ, മണിക്കൂറുകൾ ഒന്നും നഷ്ടമായിട്ടില്ല. ഹല്ലേലൂയ. 3 ദിവസം നഷ്ടമായെന്ന് അവർ വിചാരിക്കുകയാണ്. ലാസർ 3 ദിവസമായിട്ട് മരണത്തിനകത്തിരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ്. പക്ഷെ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, ഈ ദിനം മരണത്തിനല്ല, ഈ ദിനം മരിക്കപ്പെടാൻ വേണ്ടിയിട്ടല്ല, ഇവിടെ എന്റെ നാമം മഹത്വപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇസ്രായേൽ മക്കളോടും കൂടെ ദൈവം അതായിരിക്കാം പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ കയ്പിന്റെ അനുഭവം, ഈ കയ്പ് കൊണ്ട് നിന്നെ തീർക്കാനല്ല, ഈ കയ്പ് കൊണ്ട് നിങ്ങളുടെ ജീവിതം അവസാനിക്കാൻ വേണ്ടിയിട്ടല്ല. ഇനി ഇവിടെ വെള്ളം കുടിച്ച് നിങ്ങൾ മരിക്കുമെന്ന് വെള്ളം കിട്ടാതെ മരിക്കുമെന്ന് വിചാരിക്കണ്ട. എനിക്ക് വെള്ളത്തെയും മധുരമാക്കാൻ പറ്റും എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് വിശ്വസിക്കുക, ദൈവം ചില സാഹചര്യങ്ങളെ പൂർണ്ണമായിട്ട് മാറ്റി ഒരു പുതിയൊരു സാഹചര്യത്തിലേക്ക്, ഒരു പുതിയൊരു അനുഭവത്തിലേക്ക്. ഹല്ലേലൂയ. നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം നമ്മുടെ ചർച്ചിനകത്ത് ഉപവാസ പ്രാർത്ഥന, കഴിഞ്ഞ മാസം 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് നമ്മുടെ ചർച്ചിനകത്ത് പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് നമ്മളോടുകൂടെ സംസാരിച്ചു കൊണ്ടിരുന്ന വചനം എങ്ങനെയാണ്? ദൈവം ഒരു പുതിയ തുടക്കത്തെ അയക്കാൻ പോവുകയാണ്. ദൈവം ഒരു പുതിയ ന്യൂ ബിഗിനിങ്. അതേ ദൂതിനെ ഞാൻ ഇന്ന് രാത്രി നിങ്ങളുമായി കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത്, നമ്മുടെ സാഹചര്യങ്ങൾക്കകത്ത്, നമ്മുടെ ഫാമിലീസിനകത്തൊക്കെ എവിടെയൊക്കെ പുതിയ ആരംഭങ്ങളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. പഴയതൊന്നും ഓർക്കാത്ത വിധത്തിൽ, പഴയ അനുഭവങ്ങളൊന്നും ചിന്തിക്കാൻ പോലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാൻ വിധത്തിൽ ദൈവം ഒരു പുതിയൊരു ആരംഭത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. അഥവാ നമ്മളൊരു ചാപ്റ്റർ മറിച്ച് അടുത്ത ചാപ്റ്ററിനകത്തേക്ക് മൂവ് ആകുന്നത് പോലെ പരിശുദ്ധാത്മാവ് പുതിയതിനെ ദൈവം ആരംഭിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. പച്ചപ്പുഴും തുള്ളനും വെട്ടിക്കിളിയൊക്കെ കൊണ്ടുപോയ കാലഘട്ടങ്ങളെ ദൈവം തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ചില കാലഘട്ടങ്ങൾ നഷ്ടമായി പോയി കണ്ണുനീരൊഴുക്കിയ ആമേൻ കാലഘട്ടങ്ങളെ നിങ്ങൾക്ക് ദൈവം തിരിച്ചു തരാൻ ആഗ്രഹിക്കുകയാണ്. വചനം ഇങ്ങനെ പറയുന്നു, കണ്ണുനീരോടെ വിതച്ചതെല്ലാം ആർപ്പോടെ കൊയ്യുന്ന ഒരു കാലഘട്ടമുണ്ട്. ഹല്ലേലൂയ. എന്നും കണ്ണുനീരിന്റെ കാലഘട്ടമല്ല ദൈവമക്കൾക്ക്, എന്നും കയ്പിന്റെ കാലഘട്ടമല്ല. നിനക്കൊരു ആർപ്പുണ്ട്, നിനക്കൊരു സന്തോഷമുണ്ട്, എനിക്കൊരു ചിരിയുണ്ട്, എനിക്കൊരു ഉത്സവമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ശുശ്രൂഷകൾക്കകത്ത് ഉത്സവം വെളിപ്പെടാൻ പോവുകയാണ്. ആമേൻ. വിതച്ചതിന്റെ മേൽ ദൈവം കൊയ്ത്തു തരാൻ പോവുകയാണ്. ആരൊക്കെ കണ്ണുനീരോടെ വിതച്ച ചിലർ ഈ അന്തരീക്ഷത്തിനകത്ത് എന്നെ കേൾക്കുന്നുണ്ട്. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, തുടർന്നുള്ള ലൈവുകൾക്കകത്ത് ആയിരക്കണക്കിന് പേർ ഈ ലൈവിലൂടെ രക്ഷിക്കപ്പെടട്ടെ. ആയിരക്കണക്കിന് പേർ ഈ കമ്മ്യൂണിറ്റിയിലൂടെ രക്ഷിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ആമേൻ. എനിക്ക് മുൻപായി ശുശ്രൂഷ ദൈവദാസിയിലൂടെ, ആമേൻ, ഓൺലൈനിലൂടെ, ഇങ്ങനെയുള്ള കൂട്ടായ്മകളിലൂടെ വലിയ ചലനങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യട്ടെ. ഹല്ലേലൂയ. ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ. ആമേൻ. പ്രാർത്ഥിക്കുന്ന ആന്റിമാർ, ഹല്ലേലൂയ, ഈ പ്രാർത്ഥിക്കുന്ന ഒരു ഒരു കൂട്ടായ്മ ഇങ്ങനെ വേർതിരിച്ച് ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന ഓരോ സെക്കൻഡിനും വാല്യൂ ചെയ്യുന്ന ഒരു സ്വർഗമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനകൾ ഒരു തലമുറയെ തിരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ദർശനം ഒത്തിരി തലമുറകൾക്ക് ഭയങ്കര വിടുതലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ ഭയങ്കരമേറിയ റിവൈവലുകളെ ദൈവാത്മാവ് തുറന്നു വിടട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇതിനകത്ത് കൂടിയിരിക്കുന്ന ദൈവദാസന്മാരിലൂടെ, സിസ്റ്റേഴ്സിലൂടെ, ഹല്ലേലൂയ, ഭയങ്കരമേറിയ റിവൈവലിന്റെ ശുശ്രൂഷകൾ, ഹല്ലേലൂയ, തുറന്നുള്ള മണിക്കൂറുകളിൽ ഇതിങ്ങനെ തന്നെ ചലിക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം എന്തും ചെയ്യാൻ തയ്യാറാണ്. ആമേൻ. ഇന്ന് രാത്രി പ്രിയ ദൈവദാസി പറഞ്ഞതുപോലെ അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മുടെ ആത്മാവിൽ നമ്മൾ എന്ത് പറയുന്നോ അത് നമുക്ക് അനുഗ്രഹമായി മാറും. ആത്മാവിൽ നമ്മൾ എന്ത് ചെയ്യുന്നോ അത് നമ്മുടെ മേൽ സംഭവിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച എല്ലാ മേഖലകൾക്കകത്തും നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അധികാരത്താൽ ചിലത് സംഭവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. എന്നോട് പരിശുദ്ധാത്മാവ് പ്രിയ ദൈവദാസി ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നപ്പോൾ, സന്ദേശം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ദൈവദാസി എടുത്തെടുത്ത് പറഞ്ഞതെല്ലാം ആമേൻ തീച്ചൂളക്കകത്ത് പോയ 3 എബ്രായ ബാലന്മാർ, പിന്നെ ദാനിയേലിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പരിശുദ്ധാത്മാവ് എന്നോട് ആ ഒരു നിമിഷത്തിലേക്ക് പെട്ടെന്ന് എൻ്റെ ഒരു ചിന്തയെ കൊണ്ടുപോയത് ഇങ്ങനെയാണ്. പൈശാചിക ലോകം നമുക്കെതിരെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി തന്ത്രങ്ങളുണ്ട്. നമുക്കെതിരെ അവൻ ഒത്തിരി പദ്ധതികൾ മെനയും. ഹല്ലേലൂയ. നമ്മെ തകർക്കാൻ, നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ. ഹല്ലേലൂയ. അവരെ 3 പേരും തീച്ചൂളക്കകത്തിട്ടത് അവരിനി ഇല്ല, അവരിനി ലോകത്തുനിന്ന് മാറ്റണം. ഹല്ലേലൂയ. ആ ഒരു ബിംബത്തെ ആരാധിക്കാത്ത, നെബൂഖദ്നേസർ പറയുന്ന ആ ദൈവത്തെ ആരാധിക്കാത്ത അവരെ നശിപ്പിക്കണം. അതാണ് പിശാചിന്റെ പദ്ധതി, അതാണ് തന്ത്രം. അല്ലെങ്കിൽ ആ ദാനിയേലിനെ സിംഹക്കുഴിക്കകത്തിട്ട് നശിപ്പിക്കണം. ഇതാണ് പദ്ധതി.
പിശാചിന്റെ പദ്ധതിയായിരുന്നു ആമേൻ ഈ തീച്ചൂള, അല്ലെ? പിശാചിന്റെ പദ്ധതിയായിരുന്നു ഈ സിംഹക്കുഴി. പക്ഷേ ഈ പിശാചിന്റെ പദ്ധതി മുഖാന്തരമാണ് ഇവരുടെ മാന്യതകൾ ആ പട്ടണത്തിനകത്ത് തുറന്നത്. ഇവരുടെ ഒറ്റ പദ്ധതി കാരണം കൊണ്ടാണ് ദൈവം ജീവിക്കുന്നു എന്ന് തിരിഞ്ഞത്. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു പിശാച് നമുക്കെതിരെ ഇടുന്ന എല്ലാ പദ്ധതികളും നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് തീച്ചൂള വരുന്നത് നിങ്ങൾക്ക് അനുഗ്രഹമാണ്. നിങ്ങൾക്ക് സിംഹക്കുഴി വരുന്നത് നിങ്ങൾക്ക് അനുഗ്രഹമാണ്. നിങ്ങൾക്ക് കാരാഗ്രഹം വരുന്നത് നിങ്ങൾക്ക് അനുഗ്രഹമാണ്. നിങ്ങൾക്ക് മാറ വരുന്നത് നിങ്ങൾക്ക് അനുഗ്രഹമാണെന്ന്. ഹല്ലേലൂയ. വചനം പറയുന്നു, അവൻ ശത്രുക്കൾക്ക് മുൻപാകെ മേശ ഒരുക്കും. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ വരുന്നെങ്കിൽ അതിനെ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോളണം. അവിടെ ആമേൻ ദൈവദാസി പറഞ്ഞ കണക്ക് ഭയങ്കര പ്രൊമോഷൻ വെളിപ്പെടാൻ പോവുകയാണ്. പ്രശ്നങ്ങൾ വരുന്നെങ്കിൽ സ്തോത്രം പറഞ്ഞോ, നിന്നെ ദൈവം മന്ത്രിയാക്കി ഉയർത്താൻ പോവുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു അടുത്ത നിമിഷത്ത് സഭയ്ക്ക് നേരെ എന്ത് വലിയ പ്രതികൂലങ്ങൾ വന്നാലും ഭാരപ്പെടണ്ട. നിങ്ങൾക്ക് നേരെ എന്ത് വലിയ പ്രശ്നങ്ങൾ വന്നാലും ഭാരപ്പെടണ്ട. ദാനിയേലിന്റെ സിറ്റുവേഷൻ അകത്തുനിന്ന് സാധാരണ ഒരു വ്യക്തിയായിരുന്ന അവൻ ഭടനായ ആ ഒരു വ്യക്തിയെ പിന്നെ മന്ത്രിയായിട്ട് ഉയർത്തിയതുപോലെ ഒറ്റ കാരണം, ഒറ്റ തന്ത്രം, ശത്രുക്കളുടെ തന്ത്രങ്ങൾ കാരണം മാത്രമാണ് അവരെ ദൈവം അടുത്ത ലെവലിലേക്ക് മാറ്റിയത്. ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ വരുന്ന പിശാചിന്റെ സകല തന്ത്രങ്ങളും ശത്രുക്കൾ കാണെ അവൻ നമുക്ക് മേശ ഒരുക്കുന്നു. ഇന്ന് രാത്രി പറ, അവൻ എന്റെ എല്ലാ പ്രശ്നങ്ങൾ കാണെ എനിക്ക് ദൈവം ഒരു മേശ ഒരുക്കാൻ പോവുകയാണ്. എന്റെ എല്ലാ സിറ്റുവേഷൻസ് കാണെ, ഹല്ലേലൂയ, റമന ഹസ്ബന തിരിയാൽമനമ, രോഗങ്ങൾ കാണെ, അവൻ കടബാധ്യതകൾ കാണെ, ഹല്ലേലൂയ, ചില വിഷയങ്ങൾ കാണെ ദൈവം നമുക്ക് മേശ ഒരുക്കാൻ പോവുകയാണ്. അവൻ എന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾക്കകത്ത് മുഴുവനും ദൈവം എനിക്ക് മേശ ഒരുക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ഒത്തിരി പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്, ഒത്തിരി പ്രശ്നങ്ങൾക്കകത്ത് കുരുങ്ങി കിടക്കുകയാണ്. അടുത്ത സെക്കൻഡിൽ ദൈവം ആ പ്രശ്ന മുഖാന്തരം ദൈവം നിന്നെ മാനിക്കാൻ പോവുകയാണ്. അടുത്ത മൊമെന്റിൽ ദൈവം നിന്നെ ആ പ്രശ്ന മുഖാന്തരം ഉയർത്താൻ പോവുകയാണ്. അടുത്ത മൊമെന്റിൽ ദൈവം നിന്നെ ഈ പ്രശ്ന മുഖാന്തരം വലിയ ഉയർച്ചയ്ക്കകത്ത് പോവുകയാണ്. ആ തീച്ചൂള കാരണമാണ് ദൈവം അവരുടെ ദൈവം ജീവനുള്ള ദൈവം എന്ന് അറിഞ്ഞത്. ഹല്ലേലൂയ. ഇതേ സാഹചര്യം മെലിത്ത ദ്വീപിനകത്ത് കയറി ചെന്ന പൗലോസിന്റെ കയ്യിൽ ഒരു വലിയ അണലി കയറി പിടിക്കുകയാണ്. ഈ അണലി കടിച്ചതും അവർ വിചാരിച്ചു ഈ അണലി മുഖാന്തരം ആ മനുഷ്യൻ അടുത്ത സെക്കൻഡിൽ മരിക്കും. നീതിദേവി എന്നാണ് അണലി അവൻ കടിച്ചപ്പോൾ അവർ വിചാരിച്ചത് ഈ പ്രതികൂലം കാരണം അവർ മരിക്കുന്നു, ആ പൗലോസ് മരിക്കുമെന്ന് വിചാരിച്ചു. ഈ ഒറ്റ അണലി കടിച്ചത് കാരണം ഹല്ലേലൂയ അവൻ അതിനെ എടുത്ത് അടുത്ത സെക്കൻഡിൽ അതിനെ കുടഞ്ഞു കളഞ്ഞു. അപ്പോഴേക്കും അവർക്ക് മനസ്സിലായി ഇവന്റെ ഉള്ളിൽ എന്തോ ദിവ്യ ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഈ അണലി കടിച്ചില്ലായിരുന്നെങ്കിൽ ഇവൻ ദൈവ മനുഷ്യൻ എന്ന് അറിയപ്പെടത്തില്ലായിരുന്നു. ചിലതൊക്കെ കടിക്കുന്നതും ചിലതൊക്കെ മുറിവേൽക്കപ്പെടുന്നതും ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് വന്ന് കുത്തുകൊള്ളുന്നതും നീ ഒരു അഭിഷിക്തനാണെന്ന് അവരുടെ മുൻപിൽ തെളിയിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നീ ഒരു അനോയിന്റഡ് മാൻ ഓഫ് ഗോഡ് ആണെന്ന് അവരുടെ മുമ്പിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഒരുപക്ഷെ മനുഷ്യന്റെ വാക്കുകൾ നമുക്കെതിരെ നേരെ ഇതുപോലെ പ്രതികൂലമായിട്ട് എഴുന്നേറ്റ് വരാം. ഹല്ലേലൂയ. ഒത്തിരി പ്രതിസന്ധികൾ നമുക്ക് ഈ ഒരു സാഹചര്യങ്ങൾ ഇതുപോലുള്ള തീച്ചൂള അല്ലാത്ത മേഖലകൾ ഹല്ലേലൂയ വാക്കുകളാൽ നമുക്ക് നേരെ വരാം. എങ്കിലും അവിടെയെല്ലാം എന്റെ യേശു എന്നുള്ള മഹത്വത്തിനകത്ത് ജീവിക്കുന്ന നമുക്ക് വേണ്ടി അവൻ അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തി അവൻ ആ മേഖലകൾക്കകത്തെല്ലാം വെളിപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. നമ്മുടെ മേലെല്ലാം ഒരു അളവറ്റ ശക്തി അവൻ വഹിക്കുന്നവരാണ്. അവൻ നമ്മുടെ മേലെല്ലാം അളവറ്റ ദിവ്യ സാന്നിധ്യം വഹിക്കുന്നവരാണ്. നമ്മൾ ആരും സാധാരണ മനുഷ്യരല്ല. ഞാൻ എപ്പോഴും എന്റെ ചർച്ചിനകത്ത് ഞാൻ പറയാറുണ്ട്, നമ്മൾ ആരും സാധാരണക്കാരല്ല, നമ്മൾ ആരും നിസ്സാരക്കാരല്ല. ദൈവം നമ്മളെ സാധാരണക്കാരായി കാണുന്നില്ല. വി ആർ സൂപ്പർ നാച്ചുറൽ. ഹല്ലേലൂയ. നമ്മൾ സൂപ്പർ നാച്ചുറൽ ആയിട്ട് ജീവിക്കാനും നമ്മൾ സൂപ്പർ നാച്ചുറൽ ലൈഫിനകത്ത് ജീവിക്കാനും വിളിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. എനിക്ക് മുമ്പ് ശുശ്രൂഷ ദൈവദാസി ഇങ്ങനെ തന്നെ പറഞ്ഞു അതിനെ. ഹല്ലേലൂയ. നമ്മളെല്ലാവരും ആത്മമനുഷ്യരാണ്. ഹല്ലേലൂയ. ഞാൻ എന്നെ കാണുന്നത് ദൈവ ആത്മാവിൽ നിന്നാണ്. ഞാൻ എന്നെ എപ്പോഴും എല്ലാ രാവിലെയും ഞാൻ കാണുന്നത് ഒരു ആത്മ മനുഷ്യനായിട്ടാണ്. ഞാൻ ഇത് കാണും തോറും, ഞാൻ ഇത് ചിന്തിക്കും തോറും, ആ ക്രിസ്തുവിന്റെ സബ് കോൺഷ്യസിനകത്ത് ഞാൻ ജീവിക്കും തോറും എന്റെ ജീവിതത്തിനകത്ത് വഴികൾ തുറന്നു വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി ചിലത് തുറന്നു വരും. നിങ്ങൾ വായി തുറന്ന് ചിലത് കൽപ്പിക്കാതെ തന്നെ സംഭവിക്കുമല്ലേ. ഹല്ലേലൂയ. വചനം ഇങ്ങനെ പറയുന്നു, ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടുന്നു. ഹല്ലേലൂയ. നമ്മൾ ഈ ക്രിസ്തുവിന്റെ ബോധ്യത്തിനകത്ത് ജീവിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ചിലതൊക്കെ താനെ സംഭവിക്കുകയാണ്. ഹല്ലേലൂയ. എന്നീ വചനം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഇത് ചിന്തിക്കുമ്പോൾ തന്നെ അവൻ ഓടുകയാണ്. അവന്റെ തന്ത്രങ്ങൾ നമ്മളിൽ നിന്ന് ഓടുകയാണ്. ഹല്ലേലൂയ. അവൻ തലമുറകൾക്കകത്തുനിന്ന് ഓടുകയാണ്. ഹല്ലേലൂയ. അവൻ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് എവിടെയൊക്കെ അവൻ കുരുക്കുകൾ ഇടാൻ ശ്രമിക്കുന്നുണ്ടോ അതെല്ലാം ഇന്ന് രാത്രി താനെ മാറാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടുന്നു. ഇന്ന് രാത്രി ചിലതൊക്കെ ഓടട്ടെ. ചിലരുടെ വീടുകൾക്കകത്തുനിന്ന്, ചിലരുടെ തലമുറയുടെ
ഭാവിക്കകത്തുനിന്ന്, ചിലരുടെ തലമുറയുടെ ഫ്യൂച്ചറിനകത്തുനിന്ന് ഹാലലൂയ അവൻ ഓടി മാറുന്നതായിട്ട് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. ഹാലലൂയ അവൻ ഓടട്ടെ. ഹാലലൂയ ഞങ്ങൾക്ക് മുൻപായി, ഞങ്ങൾക്ക് പിൻപായി, ഞങ്ങൾക്ക് ചുറ്റുമായി ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഹാലലൂയ ഈ സാന്നിധ്യത്തിനെ ഓവർകം ചെയ്ത് അവന് വരാൻ പറ്റത്തില്ല. ഹാലലൂയ നമ്മുടെ കവറിങ്ങിനെ മറികടന്ന് അവന് നമ്മുടെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഹാലലൂയ ഭയങ്കര പ്രൊട്ടക്ഷൻ ആണ് ഹാലലൂയ ദൈവ മക്കൾ അഥവാ ഈ ഒരു സ്പിരിറ്റ് ബീനകത്തുള്ളത്. അത് മുഴുവൻ ദൈവത്തിന്റെ മുഴുവൻ പൊട്ടൻഷ്യലും ഹാലലൂയ ഇന്ന് രാത്രി വഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഹാലലൂയ ആ ഒരു സൂപ്പർ നാച്ചുറൽ ലൈഫിനകത്തേക്ക്, ആ ഒരു സൂപ്പർ നാച്ചുറൽ മൂവിനകത്തേക്ക് പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നമ്മളെ ഭയങ്കര പേഴ്സണലി ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയാണ്. ആമേൻ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവ സാന്നിധ്യം അതുപോലുള്ള സൂപ്പർ നാച്ചുറൽ വിഷനുകളെ ഇന്ന് രാത്രി തുറന്നു തരട്ടെ. ഹാലലൂയ വചനം ഇങ്ങനെ പറയുന്നു, അന്ത്യകാലഘട്ടത്തിൽ അവൻ വൃതന്മാർക്ക് ദർശനങ്ങളെ ദർശിപ്പിക്കും. അവൻ തുറന്നു വരാൻ പോകുന്ന ചില ദർശനങ്ങൾ പരിശുദ്ധാത്മാവ് ഈ ഗ്രൂപ്പിൽ ആർക്കൊക്കെ തുറന്നു വരാനായിരിക്കുകയാണ്. ഹെവൻലി ഡ്രീംസുകൾ ഹാലലൂയ റാംഷസിയാതലമനമ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത പോലെ പ്രൊഫറ്റിക്കൽ ഡ്രീംസുകൾ ആമേൻ ചിലരുടെ മേൽ ഭയങ്കരമായിട്ട് ഈ ടൈമിൽ ദൈവം തുറക്കാൻ പോവുകയാണ്. കാരണം അന്ത്യ കാലഘട്ടത്തിനകത്ത് ആ ഒരു ശുശ്രൂഷയ്ക്കകത്ത് ഇതെല്ലാം ഉണ്ട്. ആമേൻ. അന്ത്യ കാലഘട്ടത്തിനകത്ത് അവർ പ്രവചനങ്ങൾ കാണുമെന്ന് വചനം പറയുന്നു. അവർ ദർശനങ്ങളെ ദർശിക്കും. ഹാലലൂയ വൃതന്മാർ ദർശനങ്ങളെ ദർശിക്കും. ഹാലലൂയ നിങ്ങളുടെ ഈ ടൈമിൽ അടുത്ത സീസണിനകത്ത്, ഈ സീസണിനകത്ത് എന്ത് നടക്കുമെന്ന് ഹാലലൂയ ഭയങ്കര പ്രൊഫറ്റിക്കൽ ഡ്രീമുകൾ ആമേൻ ലാസക്കതലമനമ റുകത്തിയാതലമനമ ഓ ലഫ്രാകിനിയാതലമനമ ഷെക്കിനിയോന്തോസ് പ്രമാനസരിമനമ ഹാലലൂയ ഭയങ്കര പ്രൊഫറ്റിക്കൽ ഡ്രീമുകൾ ആമേൻ 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 ഈ ആമേൻ എനിക്ക് മുമ്പായി ശുശ്രൂഷിച്ച സിസ്റ്ററിന്റെ മേൽ ദൈവാത്മാവ് തുറക്കുകയാണ്. ഹാലലൂയ നിങ്ങൾ ഭയങ്കരമായിട്ട് ആമേൻ ആ ഒരു ഭയങ്കര പ്രൊഫറ്റിക്കൽ ഡ്രീമിനകത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ശുശ്രൂഷയെ കൊണ്ടുപോയി ആ ഒരു ഡ്രീമിനകത്തുനിന്ന് ചിലത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. സിസ്റ്റർ നിങ്ങളുടെ മേൽ അത് ഭയങ്കരമായിട്ട് ഓപ്പൺ ആവുകയാണ്. പരിശുദ്ധാത്മാവ് അത് ചെയ്യും. പരിശുദ്ധാത്മാവ് ചെയ്യും. ഹാലലൂയ. കാരണം ഞാൻ അങ്ങനെ എപ്പോഴും ഡ്രീംസ് കാണാറില്ല. പക്ഷെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വ്യക്തമായിട്ട് ഹാലലൂയ കഴിഞ്ഞ ദിവസം രാവിലെ എനിക്ക് ഡ്രീംസ് ആ ഒരു ഡ്രീംസിന്റെ പുറത്താണ് ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത്. ഞാൻ ഒത്തിരി വചനങ്ങൾ എടുത്ത് റെഫർ ചെയ്ത് പ്രസംഗിക്കാൻ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞില്ല. നീ കയറി നിക്ക്, പരിശുദ്ധാത്മാവ് സംസാരിക്കുമെന്ന് പറഞ്ഞു. ഹാലലൂയ. അതുപോലെ തന്നെ ദൈവദാസി ഞാൻ ചിന്തിച്ച കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് ഈ കൂട്ടം മുഴുവനും ഭയങ്കരമേറിയ ശുശ്രൂഷയുടെ മേഖലക്കകത്ത് ദൈവം പ്രയോജനപ്പെടുത്താൻ പോവുകയാണ്. ഹാലലൂയ. നിങ്ങളെ ഭയങ്കരമായിട്ട് ദൈവാത്മാവ് ഉപയോഗിക്കുന്ന കാലഘട്ടങ്ങൾക്കകത്താണ് നിങ്ങൾ ആയിരിക്കുന്നത്. നിങ്ങളുടെ ഫാമിലി ഹാലലൂയ കുടുംബമായി ഒറ്റയ്ക്കല്ല. പരിശുദ്ധാത്മാവിനോട് പറയുന്നു ചിലരൊക്കെ ഫാമിലി ആയിട്ട് എഴുന്നേൽക്കാൻ പോവുകയാണ്. കുടുംബമായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഹാലലൂയ. തലമുറകളുമായി ഹാലലൂയ ആമേൻ തലമുറകളുമായി ഒന്നിച്ച് ചിലരെയൊക്കെ ദൈവം ഒന്നിച്ച് എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. പറഞ്ഞു അവൻ നിന്റെ കുടുംബത്തിലെ ഒരെണ്ണത്തിനെങ്കിലും ഞാൻ പിടിക്കുമെന്ന്, ഒരെണ്ണത്തിനെങ്കിലും ഞാൻ വിട്ടുതരത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവനെ ഒറ്റെണ്ണത്തിന് പോലും വിടാൻ പറ്റാത്ത വിധത്തിൽ ദൈവം അവൻ ഒരുമിച്ച് എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്, ഒരുമിച്ച് പണിയാൻ പോവുകയാണ്, ഒരുമിച്ച് ദൈവം അവൻ ചിലരെ എഴുന്നേൽപ്പിച്ച് നിർത്താൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് അത് ചെയ്യട്ടെ. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ദയവായി പ്രാർത്ഥിച്ചോ. ദൈവിക സന്ദർശനങ്ങൾ അവരുടെ മേൽ ദൈവാത്മാവ് തുറക്കാൻ ആഗ്രഹിക്കുകയാണ്. കുടുംബമായിട്ടുള്ള ശുശ്രൂഷയുടെ മണ്ഡലങ്ങൾ തുറന്നു വരികയാണ്. നിങ്ങളുടെ ഫാമിലി ഭയങ്കര ഹെവൻ ഓറിയന്റഡ് ആയി മാറട്ടെ. ഹെവൻലി ഫാമിലി ഹെവൻ ബിൽഡായി മാറട്ടെ. സ്വർഗീയ കുടുംബങ്ങൾ ബിൽഡായി മാറട്ടെ. സ്വർഗീയ കുടുംബങ്ങൾ ഈ ഭൂമിയിൽ ബിൽഡായി വരട്ടെ. രണ്ടുപേർ ഭൂമിയിൽ ഐക്യപ്പെടുന്നത് എന്തും സംഭവിക്കുമെന്നാണ് വചനം പറയുന്നത്. രണ്ടുപേർ ഐക്യമത്യപ്പെടാതെ വ്യാപരിക്കാൻ ശ്രമിപ്പിക്കുന്ന എല്ലാം ക്യാൻസൽ ചെയ്യുന്നു. ഡിസ്യൂണിറ്റീസുകൾ ഫാമിലീസിനകത്ത് നിന്ന് ക്യാൻസൽ ചെയ്യുകയാണ്. ഭയങ്കര യൂണിറ്റി ഉള്ള ഫാമിലീസ് എഴുന്നേൽക്കട്ടെ കർത്താവേ. ഹാലലൂയ. സ്വർഗീയ സന്തോഷമുള്ള ഫാമിലീസ് എഴുന്നേൽക്കട്ടെ. ഭയങ്കര ജോയ്ഫുൾ ആയിട്ടുള്ള ഫാമിലീസ് എഴുന്നേൽക്കട്ടെ കർത്താവേ. ഹാലലൂയ. സന്തോഷം നിറഞ്ഞു കവിയുന്ന കുടുംബങ്ങൾ എഴുന്നേൽക്കട്ടെ. അങ്ങനെ ഭയങ്കര ഹെവൻലി ഫാമിലി എഴുന്നേൽക്കുകയാണ്. സന്തോഷമുള്ള കുടുംബങ്ങൾ എഴുന്നേൽക്കുകയാണ്. ഹാലലൂയ. പിശാചിന് ഇങ്ങനെയുള്ള കുടുംബങ്ങളെ പേടിയാണ്. അവന് ഭയങ്കര പേടിയാണ്. രണ്ടുപേർ ഐക്യമിടുന്നത് അവന് പേടിയാണ്.
പേടിയാണ്, ഒരു ഫാമിലി ബിൽഡ് ആകുന്നത് പേടിയാണ്. അത് രാജ്യങ്ങളെ പിടിക്കും, അത് പട്ടണങ്ങളെ പിടിക്കും. ഇന്ന് രാത്രി അത് സംഭവിക്കുകയാണ്, ഇന്ന് രാത്രി അത് സംഭവിക്കുകയാണ്. പരിശുദ്ധാത്മാവ് എന്നെ ഈ ദിവസങ്ങളിലും കഴിഞ്ഞ മാസങ്ങളിലൊക്കെ വളരെയധികം ചിന്തിപ്പിച്ചത് ഫാമിലി എന്നുള്ളൊരു ടോപ്പിക്കാണ്. ഞാനൊരു പാസ്റ്റർ മകനാണ്. ഞാൻ എന്റെ പപ്പയ്ക്ക് രണ്ടാമത്തെ മകനാണ്. ഹാലലുയ. ഞാൻ പപ്പയായിട്ട് സംസാരിക്കുമ്പോൾ പപ്പയോട് ഞാൻ പറയണം, പപ്പ ഞങ്ങളുടെ ഫാമിലി നമുക്കൊന്നുകൂടെ സ്ട്രോങ് ആകണം. നമ്മുടെ ഫാമിലിയാണ് നമ്മുടെ ശുശ്രൂഷ. ഫാമിലിക്കകത്ത് നമ്മൾ സ്ട്രോങ് ആവുക. ഫാമിലിക്കകത്ത് ഞാൻ പപ്പയായിട്ടും അമ്മയായിട്ടൊക്കെ എനിക്ക് ഒത്തിരി ഡിസ്റ്റൻസ് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ എവിടെ എന്റെ പപ്പയും അമ്മയായിട്ട് ഞാൻ കണക്ട് ആയോ, ഞാൻ എന്റെ പപ്പയെ ഞാൻ എപ്പോൾ മുതൽ എന്റെ പപ്പയെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ആ മനുഷ്യനെ, ആ ദൈവ മനുഷ്യനായിട്ട് ഞാൻ എപ്പോൾ കൈ കൊടുത്തു, എനിക്ക് മനസ്സിലായി എന്റെ ശുശ്രൂഷയും ഞാനാകുന്ന വ്യക്തിക്കകത്ത് ഒരു മാറ്റം ഉണ്ടാകുന്നത്. ഈ പിശാചിന്റെ തന്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലമുറകളെ ഒരു വഴിയെ ചിന്തിപ്പിക്കുക, നമ്മുടെ പപ്പയെ ഒരു വഴിയെ ചിന്തിപ്പിക്കുക, അമ്മയെ ഒരു വഴിക്കകത്ത് ചിന്തിപ്പിച്ചു കൊണ്ടുപോവുക, ആ ഒരു യൂണിറ്റി കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ് അവന്റെ തന്ത്രം. പക്ഷെ യൂണിറ്റിക്കകത്ത് നമ്മൾ കേറിയിട്ടുണ്ടോ അവന്റെ പദ്ധതികളൊന്നും പിന്നെ നമ്മുടെ ഫാമിലി നമ്മുടെ ചർച്ചിനകത്ത് അത് സംഭവിക്കാൻ തുടങ്ങി, നമ്മുടെ ചർച്ചിനകത്തുള്ള ഫാമിലീസിനകത്ത് സംഭവിക്കാൻ തുടങ്ങി. ഡൈവോഴ്സ് ആയി പോയ, നമ്മൾ ഈ ഫാമിലി കോൺഫറൻസിനകത്ത് നമ്മൾ ഐക്യതയോടെ കയറി നിന്നപ്പോൾ ഡൈവോഴ്സ് ആയി പോയ ഒരു ആന്റി, ആ ഒരു ആന്റിയും ഭർത്താവും കൂടെ സംസാരിച്ചു. ഡൈവോഴ്സ് പേപ്പർ കയ്യിൽ വന്നവർ നമ്മുടെ ചർച്ചിനകത്ത് സംസാരിക്കാൻ. എനിക്ക് നമ്മുടെ ചർച്ചിനകത്ത് അത് ഭയങ്കര സാക്ഷ്യമാണ്. ഈ ദിവസങ്ങളിൽ പറ്റുമെങ്കിൽ ആ ഡൈവോഴ്സ് നോട്ടീസ് ചർച്ചിൽ വെച്ച് എനിക്കത് കീറിക്കളയണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾക്കകത്തെല്ലാം ഇത് ഭയങ്കരമായി തുറന്നു വരാൻ പോവുകയാണ്. നമ്മൾ ഇനി ഈ പട്ടണങ്ങൾക്കകത്തൊന്നും ഇനി ഇങ്ങനെ കുടുംബ തകർച്ചകൾ ഫാമിലീസിനകത്ത് ഉണ്ടാകാൻ പാടില്ല. തലമുറകൾ അവിഹിത ബന്ധങ്ങൾക്കകത്ത് പോകാൻ പാടില്ല. തലമുറകൾ ദൈവ സ്നേഹത്തിനകത്ത് ഉറച്ചു വരുന്ന കുടുംബങ്ങളായി മാറട്ടെ. കൊച്ചുമക്കൾ ഉണ്ടെങ്കിൽ അവരുടെ മേലും ഈ പ്രസൻസിനെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുക. എത്ര മനോഹരമാണ്. ദൈവം എപ്പോഴും ഫാമിലിക്കകത്താണ് ആദ്യം പ്രവർത്തിക്കുന്നത്, ഫാമിലിക്കകത്താണ് ആദ്യം ദൈവം പരിവർത്തിക്കുന്നത്. ഞാൻ അതുകൊണ്ട് പപ്പയോടും അമ്മയോടും എപ്പോഴും ഞാൻ പോയിരുന്ന് സംസാരിക്കും. എപ്പോഴും ഞാൻ എന്റെ ശുശ്രൂഷയെ കുറിച്ച് ഞാൻ എന്ത് കാര്യം ചെയ്താലും പപ്പയും അമ്മയായിട്ട് ഷെയർ ചെയ്യും, അവരെന്നുമായിട്ട് ഷെയർ ചെയ്യും. അങ്ങനെ നമ്മൾ ബിൽഡായി വന്നപ്പോൾ നമുക്ക് മനസ്സിലായി എന്ത് വലിയത് ദൈവം പണിയുകയാണ്. എന്ത് വലിയത് ദൈവം പ്രൊജക്ട് ദൈവം തുറക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു പ്രൊജക്ട് പരിശുദ്ധാത്മാവ് ഈ വാച്ച് ചെയ്യുന്ന ചില ഫാമിലീസുമായി ബന്ധപ്പെട്ട് ദൈവം തുറക്കാൻ ആഗ്രഹിക്കുകയാണ്. ചില കുടുംബങ്ങളെ ഹെവൻലി പ്രൊജക്ടിനകത്ത് എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ഫാമിലിയെ ദൈവം തൊട്ട് കഴിഞ്ഞാൽ അതിനർത്ഥം ഏതോ പട്ടണങ്ങളെയും രാജ്യങ്ങളെയും നിങ്ങളിലൂടെ തൊടാൻ പോകുന്നതാണ്. നിങ്ങളുടെ കുടുംബത്തെ തൊട്ടു എന്ന അർത്ഥം ഏതൊക്കെ പട്ടണങ്ങൾ നിങ്ങൾ മുഖാന്തരം തിരിയാൻ പോകുന്നു എന്നുള്ളതാണ് അർത്ഥം. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഞാൻ ഇതൊന്നും പ്ലാൻ ചെയ്തതല്ല, പക്ഷെ പരിശുദ്ധാത്മാവ് എന്തോ ഇങ്ങനെയുള്ള റൂട്ടിലേക്ക് പരിശുദ്ധാത്മാവിനെ കൊണ്ടുപോകുന്നു. ദൈവ സാന്നിധ്യം അത് ചെയ്യുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. വിശ്വസിക്കുക. പരിശുദ്ധാത്മാവിന്റെ ജോയ്, പരിശുദ്ധാത്മാവിന്റെ ആ ഒരു സമാധാനം, പരിശുദ്ധാത്മാവിന്റെ കൃപകൾ നമ്മുടെ വീടുകൾക്കകത്തൊന്ന് ഒഴുകട്ടെ, നമ്മുടെ ഫാമിലീസിനകത്ത് ഒഴുകട്ടെ, നമ്മുടെ തലമുറകൾക്കകത്തൊന്ന് ഒഴുകട്ടെ. നമ്മുടെ വീടുമായി ബന്ധപ്പെട്ടൊക്കെ അത് ഭയങ്കരമായിട്ട് തുറന്നു വരട്ടെ. നമ്മുടെ ഫാമിലി പ്രയർ ഒന്നും നിർത്താൻ പറ്റാത്ത വിധത്തിൽ മണിക്കൂറുകളോളം പോകട്ടെ. നമ്മുടെ ഫാമിലി മൊമെന്റ്സുകളെല്ലാം ഭയങ്കര ഗ്ലോറിയസ് റിവൈവലുകളായി മാറട്ടെ. ഫാമിലിക്കകത്തെന്നാണ് സഭ ഉണ്ടായി വരുന്നത്. സഭ ഉണ്ടായി കഴിഞ്ഞാൽ അത് ദേശത്തിന് അനുഗ്രഹമാണ്. അങ്ങനെയുള്ള ചർച്ചസുകൾ യേശുവിന്റെ നാമത്തിൽ ഈ കുടുംബവുമായി, ചില കുടുംബങ്ങളുമായി തുറന്നു വരാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ആ പ്രാരംഭത്തിൽ കണ്ട ദർശനം പോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില നന്മകളെ കൈനീട്ടി തൊടാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കാൻ പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില വിടുതലുകൾ നിങ്ങൾ കൈനീട്ടി തൊടാൻ പോവുകയാണ്. ദൈവത്തിന്റെ വചനം ഭയങ്കരമായിട്ട് ചിലതിനെ ശുദ്ധീകരിച്ച് ചിലതിനെയൊക്കെ മാറ്റേണ്ട മേഖലകളെ മാറ്റിയേച്ച് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ചിലതൊക്കെ നിങ്ങളുടെ മുൻപിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി മാറും. ഓട്ടോമാറ്റിക്കലി ചിലതൊക്കെ ചേഞ്ച് ആകും. നിങ്ങൾ ചേഞ്ച് ആകാൻ ആഗ്രഹിച്ച വിധങ്ങളെല്ലാം ചേഞ്ച് ആകും. പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ തന്നെ പറയുന്നു. അത് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആകുന്നതിന് അർത്ഥം നിനക്ക് ആ നന്മ കൈകൊണ്ട് തൊടാൻ വേണ്ടിയിട്ടാണ്, നിനക്ക് അനുഗ്രഹം കൈകൊണ്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ വിതിര എന്ന് പറയുന്ന ഭാഗത്ത് കല്ലാർ എന്ന് പറയുന്ന ഒരു നദിയുണ്ട്. ഞാൻ ഇപ്പോൾ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ മൊത്തം കലക്കൽ വെള്ളമാണ്. ആ കലക്കൽ വെള്ളത്തിനകത്ത് കല്ല് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാൻ പറ്റത്തില്ല. അതേസമയം ഞാൻ ജനുവരി മാസത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ തെളിഞ്ഞ വെള്ളം ഒഴുകുമ്പോൾ എനിക്ക് അതിനകത്തുള്ള കല്ലുകൾ കാണാൻ പറ്റും, അതിനകത്തുള്ള ചെറിയ മണൽത്തരികൾ കാണാൻ പറ്റും. ഇപ്പോഴുള്ള കലക്ക വെള്ളവും കലങ്ങിയ അനുഭവങ്ങളും കണ്ട് ഭാരപ്പെടേണ്ട. ദൈവം അതിനെ മാറ്റിവെച്ച് ഒരു തെളിനീരൊഴുക്ക്
ഒഴുക്കാൻ പോവുകയാണ്. നിന്റെ വീട്ടിനകത്തും നിന്നിൽ നിന്നും ഒരു തെളിനീർ ഒഴുക്കാൻ പോവുകയാണ്. ആ തെളിനീർ ഒഴുകി കഴിഞ്ഞാൽ അതിനകത്ത് വലിയ ഗുപ്ത നിധികൾ ഒടുങ്ങി കിടക്കുന്നുണ്ട്. അതിനെ നിനക്ക് കാരം തൊട്ട് പിടിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. കയ്പ് നീ കാണത്തില്ല. ആ മാറയെ പരിശുദ്ധാത്മാവ് മധുരമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. തുറന്നുള്ള നിമിഷങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങളെ നോക്കി തന്നെ കൽപ്പിച്ച് അതിനെ ഡിക്ലെയർ ചെയ്ത് സ്വീകരിക്കുക. പരിശുദ്ധാത്മാവ് ചിലതൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ചിലതൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ചിലതിനൊക്കെ അവൻ ശുദ്ധീകരിച്ച് അവൻ പുതിയ അനുഗ്രഹത്തിലേക്ക് എന്റെ കയ്യെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ നന്മകളിലേക്ക് എന്റെ കയ്യെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് മാറ്റേണ്ട മേഖലകളെല്ലാം മാറ്റണമെന്നൊന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവ് ചേഞ്ച് ചെയ്യേണ്ട മേഖലകളെല്ലാം ചേഞ്ച് ചെയ്യണമെന്ന് പ്രാർത്ഥിച്ച്, ഇന്ന് രാത്രി അങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം നിനക്ക് വേണ്ടിയുള്ളത് പുതിയത് തുറക്കുകയാണ്. ഇന്ന് ചേഞ്ച് ചെയ്യേണ്ട മേഖലകളെ ചേഞ്ച് ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം നിനക്ക് വേണ്ടിയതെല്ലാം തുറന്നു വരികയാണ്. ദൈവത്തിന്റെ പദ്ധതിക്കകത്തില്ലാത്തതെല്ലാം നമ്മുടെ ലൈഫിൽ ദൈവത്തിന് ഹിതമില്ലാത്തത് എന്തൊക്കെയോ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ദൈവം ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. അവന്റെ പദ്ധതിക്ക് വിപരീതമായി നിങ്ങളുടെ തലമുറകളുടെ മേൽ പരിവർത്തിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഇപ്പോൾ സാന്നിധ്യം ഇറങ്ങി ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഭയങ്കര തെളിനീരുകൾ ഒഴുകട്ടെ, നമ്മുടെ വീടുകൾക്കകത്ത് തെളിനീരുകൾ ഒഴുകട്ടെ, ശുദ്ധജലം ഒഴുകട്ടെ, അശുദ്ധിയായ ജലങ്ങൾ ഒഴുകാതെ വണ്ണം ദൈവത്തിന്റെ ശുദ്ധിയായ ജലം ഒഴുകട്ടെ കർത്താവേ. മാറായുടെ അനുഭവങ്ങൾ, കയ്പിന്റെ അനുഭവങ്ങൾ മാറിയേച്ചു ഭയങ്കര ശുദ്ധീകരണങ്ങൾ സംഭവിക്കുന്ന നദികൾ ഒഴുകട്ടെ കർത്താവേ. അവൻ എന്നെ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകും. ഇത് ശുദ്ധിയുള്ള ജലമാണ്. ഇത് ഭയങ്കര അനോയിന്റഡ് ആയിട്ടുള്ള നദിയാണ് കർത്താവേ. പരിശുദ്ധാത്മാവ് ജീവ നദികളായി ഇന്ന് രാത്രി ചിലതിനെ മാറ്റട്ടെ കർത്താവേ. അവൻ ചിലതിനെ ജീവിപ്പിക്കുന്ന നദികളായി മാറട്ടെ കർത്താവേ. ചിലതിനെ അവൻ പുതുജീവനിലേക്ക് കൊണ്ടുവരുന്ന നദികൾ അവൻ ഈ ലൈവുമായി ബന്ധപ്പെട്ട്, ഈ ഓൺലൈൻ മീഡിയയുമായി ബന്ധപ്പെട്ട് വാച്ച് ചെയ്യുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് തുറക്കട്ടെ. പരിശുദ്ധാത്മാവ് അതിനു വേണ്ടി സഹായിക്കുന്നതിനായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി അത് സംഭവിക്കുന്നതിനായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി അങ്ങനെയുള്ള മാറ്റങ്ങൾ പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങൾക്കകത്ത് അയക്കുന്നതിനായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഇന്ന് വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ അതിന്റെ അനുഭവങ്ങൾ നിങ്ങളുടെ മേൽ തുറന്നു തരും. ഹല്ലേലൂയ. ആ അനുഭവങ്ങൾ നിങ്ങളുടെ മേൽ അത് ഉണ്ടാകും, അത് സംഭവിക്കും. ഹല്ലേലൂയ. അത് തിരുവനന്തപുരം പട്ടണം കാണും. ഹല്ലേലൂയ. അത് നിങ്ങളുടെ ചാർച്ചക്കാർ കാണും, നിങ്ങളുടെ കുടുംബങ്ങൾ കാണും, ബന്ധുക്കൾ കാണട്ടെ, തലമുറകൾ അത് അനുഭവിക്കട്ടെ. അടുത്ത ഭയങ്കരമേറിയ മൂവുകൾക്കകത്തേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോകട്ടെ. അടുത്ത ശുശ്രൂഷയുടെ അടുത്ത വാതിലുകൾ ഈ കുടുംബത്തിനകത്തൊക്കെ തുറന്നു വരട്ടെ കർത്താവേ. വിശാലമായ വാതിലുകൾ നമ്മുടെ മേലൊക്കെ പരിശുദ്ധാത്മാവ് തുറന്നു തരാൻ ആഗ്രഹിക്കുകയാണ്. അതിന് മുൻപായി വ്യാപരിച്ച മുഴുവൻ ഇരുളിന്റെ അനുഭവങ്ങളെയും പരിശുദ്ധാത്മാവ് ഇന്ന് വെളിച്ചമാക്കുകയാണ്. ഹല്ലേലൂയ. നിനക്ക് വാതിൽ മുൻപിലുണ്ട്, അത് തുറക്കാൻ പറ്റാതെ ഇരുണ്ട് പിടിച്ച മേഖലയായിരുന്നു, പക്ഷെ അതിനെ ഇന്ന് രാത്രി വെളിച്ചമാക്കി മാറ്റുകയാണ്. വിശാലമായ വാതിലുകൾ കാണും. ഹല്ലേലൂയ. വിശാലമായ വഴികൾ തുറക്കും. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെ മൂടും. പക്ഷെ ഇന്ന് രാത്രി ഞങ്ങൾ പ്രവചിച്ച് പറയുകയാണ്, ഞങ്ങളുടെ മേലെ യഹോവയുടെ തേജസ് ഉദിച്ചിരിക്കുകയാണ്, ഞങ്ങളുടെ മേലെ യഹോവയുടെ തേജസ് ഉദിച്ചിരിക്കുകയാണ്, ഞങ്ങളുടെ മേലെ യഹോവ തേജസ് ഉദിച്ചിരിക്കുകയാണ്. അതിന്റെ ഒന്നാമത്തെ വാക്യം, എഴുന്നേറ്റ് പ്രകാശിക്കാൻ, നിന്റെ മേൽ ദൈവത്തിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ മേൽ ദൈവത്തിന്റെ പ്രകാശമാണ്, നമ്മുടെ കുടുംബങ്ങൾക്കകത്ത് ദൈവത്തിന്റെ പ്രകാശമാണ്. ഹല്ലേലൂയ. ഭൂമി എങ്ങും അന്ധകാരമായിക്കൊള്ളട്ടെ, ഭൂമി എങ്ങും കൂരിരുട്ടായിക്കോട്ടെ, ഞങ്ങൾ അത് കണ്ട് ഭയപ്പെടത്തില്ല, ഞങ്ങൾ അത് കണ്ട് പേടിച്ച് തളർന്നിരിക്കത്തില്ല. ഞങ്ങളുടെ മേലെ യഹോവയുടെ തേജസ് ഉദിച്ചിരിക്കുകയാണ്, യഹോവ നമ്മുടെ മേൽ ഉദിച്ചിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ അങ്ങനെ തന്നെ ഹല്ലേലൂയ ജീവിക്കാനും അങ്ങനെ തന്നെ പ്രവചിച്ച് ഈ ക്ലൈമറ്റിനകത്ത് പരിശുദ്ധാത്മാവ് ജീവിക്കാനും ദൈവാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. റബന ഹസ്ബനമ. തുടർന്നുള്ള നിമിഷങ്ങൾ 1 മിനിറ്റ് 2-3 മിനിറ്റുകൾ എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാമോ? ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. Thank you Holy Spirit, thank you Jesus. ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ആ ഒരു വിഷനുമായി കണക്ട് ചെയ്യുന്ന ഹല്ലേലൂയ ആ ദൂതിനെ ഞാൻ ഇപ്പോൾ കണക്ട് ചെയ്യിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവെ, അതിനെ ഞങ്ങൾ ഇപ്പോൾ അങ്ങനെയുള്ള മലിനമായ വെള്ളത്തിന്റെ നദികൾ ഞങ്ങളുടെ കുടുംബത്തിനകത്തൊന്നൊക്കെ മാറിയേച്ച് തെളിനീരിന്റെ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ കർത്താവേ. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളുടെ ഹല്ലേലൂയ കയ്പിന്റെ വെള്ളത്തിന്റെ അനുഭവത്തെ മാറ്റിയേച്ച് അവൻ ശുദ്ധജലം അവർക്ക് കുടിപ്പാൻ കൊടുത്തതുപോലെ ഹല്ലേലൂയ മാറായ മധുരമാക്കിയ ദൈവത്തിന്റെ സ്ഥാനത്ത്
സത്യം ഞങ്ങളുടെ കുടുംബങ്ങൾക്കകത്തെല്ലാം വെളിപ്പെട്ട് വരട്ടെ. മാറായുടെ അനുഭവങ്ങൾ ഞങ്ങൾക്കില്ല, അത് മധുരമാണ്. ഞങ്ങളുടെ ശുശ്രൂഷകളുടെ മേൽ മധുരം വെളിപ്പെടട്ടെ. ഞങ്ങളുടെ എല്ലാ മേഖലകൾക്കകത്തും മധുരം വെളിപ്പെടട്ടെ. ഞങ്ങൾ മധുരത്തിന്റെ സോഴ്സായി മാറട്ടെ കർത്താവേ. ഇപ്പോൾ ഈ ഗൂഗിൾ മീറ്റിനകത്ത് വാച്ച് ചെയ്യുന്ന മുഴുവൻ ഫാമിലീസിന്റെ മേൽ അതിനെ ഞാൻ തുറന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഓരോ വീടുകൾക്കകത്തും ഈ മൂവ്മെന്റ് ഭയങ്കരമായി ചലിക്കട്ടെ കർത്താവേ. ഈ ദർശനത്തെ ഞങ്ങൾ ഒരുമിച്ച് സ്വീകരിക്കുകയാണ്. ഹാലലൂയ. ഞങ്ങളുടെ വീടുകൾക്കകത്തെല്ലാം തെളിനീര് വെളിപ്പെടുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകൾക്കകത്തും ഭയങ്കര പ്യൂരിറ്റി വെളിപ്പെടുകയാണ്. പ്യൂരിഫൈ ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവ് അതിനെ ശുദ്ധീകരിക്കുകയാണ്. എന്നിട്ട് ആ നന്മയെ ഞങ്ങൾ കൈകൊണ്ട് എടുക്കുകയാണ്. എന്നിട്ട് ആ നന്മയെ ഞങ്ങൾ തൊടുകയാണ്. ഇനി അശുദ്ധിയായിട്ടുള്ള ചാലുകൾ ഞങ്ങളുടെ കുടുംബത്തിന്റെ അകത്തോ ഞങ്ങളുടെ മേലോ വാഴത്തില്ല. ചെറുതൊക്കെ ഭയങ്കരമായി പ്യൂരിഫൈ ഇതുവരെ ഇല്ലാത്ത ഭയങ്കര പ്യൂരിഫൈഡ് വാട്ടർ ഫാമിലീസിനകത്ത് വെളിപ്പെട്ട് വരുന്നല്ലോ കർത്താവേ. മാറയെ മധുരമാക്കിയതിനായി നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കുന്നതിനായി നന്ദി കർത്താവേ. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. 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 എനിക്ക് നിങ്ങളോട് കൂടെ